കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിവിടെ എന്താണ് തന്നിട്ടുള്ളതെന്ന് നോക്കൂ. ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിവിടെ മോഡുലസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ മോഡുലസ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഏത് തീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ഏത് എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോഴാണ് മാക്സിമം ആവുക എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും എക്സ് എന്ന് പറയുന്ന വാല്യൂ 45 ഡിഗ്രി ആവുകയാണ് എന്നുണ്ടെങ്കിൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറും? മാക്സിമം ആയിട്ട് മാറും എന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കപ്പോൾ പോയിൻ്റ് ആയിട്ട് പറയാം, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി, അറ്റ് എക്സ് ഈക്വൽ ടു 45 ഡിഗ്രി, the value of sin x plus cos x is എന്തായിട്ട് മാറാണ് ചെയ്യുക? മാക്സിമം. sin x പ്ലസ് cos x ഈസ് മാക്സിമം. അത് നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 45 ഡിഗ്രി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കപ്പോൾ എന്ത് പറയാൻ പറ്റും? സൈൻ 45 ഡിഗ്രി പ്ലസ് എന്ത് പറയാൻ പറ്റും? കോസ് 45 ഡിഗ്രി. സൈൻ 45 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1/2 ആണ്. കോസ് 45 ഡിഗ്രി എന്ന് പറയുമ്പോഴും അതിൻ്റെ വാല്യൂ 1/2 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? √2 എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മോഡുലസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മോഡുലസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറാണ് ചെയ്യുക? √2 എന്ന് പറയുന്ന റിസൾട്ട് നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും നമുക്കപ്പോൾ എന്ത് പറയാനായിട്ട് പറ്റും? മോഡുലസ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? √2 എന്ന് പറയുന്ന കണ്ടീഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം.